മിസ്കാരേജ് ആദ്യത്തേനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ DNA പരിശോധിക്കണം. പക്ഷേ ആ മെറ്റീരിയൽ, ആ ഫീച്ചേഴ്സ് ഇപ്പോൾ ഇല്ല. മിസ്കാരേജ് നടത്തി അത് അപ്രത്യക്ഷമായി. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ കേസിനകത്ത് ഒരു സേഫ് സ്റ്റാൻഡിലാണ് രാഹുൽ നിൽക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കേസിനകത്ത് നാളെ അറിയാം ഇതിനകത്ത് കൂടുതൽ വിവരങ്ങൾ. കാരണം രണ്ടാമത്തെ കേസിനകത്ത് അവർക്ക് ഗർഭം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് അവരെ പീഡിപ്പിച്ചു, അവരെ റേപ്പ് ചെയ്തു, അവരെ ദേഹത്ത് ഹീനമായ രീതിയിൽ ദേഹത്തെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. ആ ഒരു ഭാഗം മാത്രമാണ് രണ്ടാമത്തെ കേസിൽ പ്രസക്തമായത്. കാരണം അതിനകത്ത് ഈ റേപ്പ് നിലനിൽക്കത്തില്ല, അത് കൺസെൻറ്റോടു കൂടിയുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് രണ്ട് കേസിനകത്തും ആ സെക്ഷൻ 62 നിലനിൽക്കില്ല. അതേസമയത്ത് 89 മിസ്കാരേജ് ആദ്യത്തിനകത്ത് അത് സക്സസ്ഫുള്ളായിട്ട് അത് പ്രൂവ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മാത്രമേ വരാനൊക്കെ ഉള്ളൂ. രണ്ടാമത്തെ കേസിനകത്ത് നമുക്കറിയാം അതിനകത്ത് ഒരു പ്രഗ്നൻസിയുടെ പ്രശ്നമില്ല. പിന്നെ അവരെ ഉപദ്രവിച്ചത് മാത്രം ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ അല്ലെങ്കിൽ 323 IPC പ്രകാരം, അല്ലെങ്കിൽ കൈകൊണ്ടിടിക്കുകയോ കാലുകൊണ്ടിടിക്കുകയോ, അത് സെക്ഷലായിട്ടുള്ള ആക്ടിവിറ്റിയുടെ സമയത്താണ് ആ പരിക്ക് പറ്റിയത് എന്നുള്ളതാണെങ്കിൽ കൺസെൻറ്റോടുകൂടിയുള്ള ഒരു സെക്ഷനകത്ത് അങ്ങനെ പരിക്ക് പറ്റിയാൽ അതിനകത്തൊരു കോഗ്നിസൻസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വേറൊരു കാര്യം.